ഹലോ ഫ്രണ്ട്സ്, സോ അഗെയിൻ വെൽക്കം ബാക്ക്. കാരണം ഞാൻ കുറച്ചും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ ഈ സെയിം ഡ്രസ്സിൽ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല, ആ ഡ്രസ്സൊക്കെ എവിടെ നിന്നാണ് മേടിച്ചത് ഞാൻ എക്സൈറ്റ്മെൻറ്റ് കാരണം പറഞ്ഞില്ല. അപ്പോൾ ഡ്രസ്സല്ല ഞാൻ ഫുള്ള് മേടിച്ചത് റോയൽ സിൽക്സ് ഒറ്റപ്പാലാണ്. ആൻഡ് ഗൈസ്, യു മസ്റ്റ് വിസിറ്റ് റോയൽ സിൽക്സ് ഒറ്റപ്പാലം. കാരണം അവിടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഗൈസ്. ആൻഡ് ഓർണമെൻറ്റ്സൊക്കെ ഞാൻ മേടിച്ചത് ലക്ഷോറ കളക്ഷൻസ് ആണ്. അവിടെ ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡ് എല്ലായിടത്തും റോയലിലും ലക്ഷോറയിലും ഒക്കെ നല്ല കളക്ഷൻസ് ആയിരുന്നു. റോയലിലൊക്കെ ഞാൻ കുറേ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഈ ഷരാറ എടുത്തത്. എനിക്ക് അത് വേണം ഇത് വേണം എല്ലാം വേണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. ആൻഡ് ലക്ഷോറയിലും അതേപോലെ തന്നെ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഐ എം സോറി അബൌട്ട് നോട്ട് സെയിങ് ദിസ്. അപ്പോൾ ഇനി എന്തായാലും അടുത്തൊരു വീഡിയോ വരെ ബൈ. ഹലോ ഫ്രണ്ട്സ്, സോ അഗെയിൻ വെൽക്കം ബാക്ക്. കാരണം ഞാൻ കുറച്ചും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ ഈ സെയിം ഡ്രസ്സിൽ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല, ആ ഡ്രസ്സൊക്കെ എവിടെ നിന്നാണ് മേടിച്ചത് ഞാൻ എക്സൈറ്റ്മെൻറ്റ് കാരണം പറഞ്ഞില്ല. അപ്പോൾ ഡ്രസ്സല്ല ഞാൻ ഫുള്ള് മേടിച്ചത് റോയൽ സിൽക്സ് ഒറ്റപ്പാലാണ്. ആൻഡ് ഗൈസ്, യു മസ്റ്റ് വിസിറ്റ് റോയൽ സിൽക്സ് ഒറ്റപ്പാലം. കാരണം അവിടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഗൈസ്. ആൻഡ് ഓർണമെൻറ്റ്സൊക്കെ ഞാൻ മേടിച്ചത് ലക്ഷോറ കളക്ഷൻസ് ആണ്. അവിടെ ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡ് എല്ലായിടത്തും റോയലിലും ലക്ഷോറയിലും ഒക്കെ നല്ല കളക്ഷൻസ് ആയിരുന്നു. റോയലിലൊക്കെ ഞാൻ കുറേ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഈ ഷരാറ എടുത്തത്. എനിക്ക് അത് വേണം ഇത് വേണം എല്ലാം വേണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. ആൻഡ് ലക്ഷോറയിലും അതേപോലെ തന്നെ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഐ എം സോറി അബൌട്ട് നോട്ട് സെയിങ് ദിസ്. അപ്പോൾ ഇനി എന്തായാലും അടുത്തൊരു വീഡിയോ വരെ ബൈ.